വളരെ ബുദ്ധിപരമായിട്ടുള്ള ഇയാളുടെ ഒരു നീക്കമാണ്. ഒന്ന്, ഈ കുട്ടിയെ പരിശോധിക്കപ്പെടില്ലല്ലോ, കുട്ടി പരിശോധിക്കപ്പെടില്ല. അങ്ങനെ കുട്ടികളെ അങ്ങനെ ശരീരമഴിച്ച് പരിശോധിക്കുക ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ പരിശോധിച്ച ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അധികം വൈകാതെ ഉണ്ടാകും. ജുവനൈൽ കോടതിയിൽ ജേജ ആക്ട് പ്രകാരം അയാൾക്കെതിരെ കേസെടുക്കേണ്ടി വരും. പിന്നീടുള്ള മുന്നോട്ട് പോകും വളരെ ബുദ്ധിമുട്ടാകും, പെൻഷൻ വരെ മുടങ്ങും. കുട്ടികളുടെ ദേഹപരിശോധന എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇയാളിത് ദീർഘകാലമായിട്ട് ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കുഞ്ഞിനോട്, ഇപ്പോൾ കുഞ്ഞിനെ ചൂഷണം ചെയ്യുക എന്നുള്ള കുറ്റം ഇതുവരെ ചുമത്തിയിട്ടില്ല. അത് കുഞ്ഞിനെ ചൂഷണം ചെയ്തു എന്നുള്ള കുറ്റം ചുമത്തണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ സൈക്കോളജിസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ മൊഴി എടുക്കണം. കുട്ടിയുടെ മൊഴി എടുക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചിരുത്തി കുട്ടിയെ ചോദ്യം ചെയ്ത് മൊഴിയെടുക്കാൻ പറ്റില്ല. അതിന് സൈക്കോളജിസ്റ്റിൻ്റെ സാന്നിധ്യം വേണം. CWC എന്നുള്ള അധികൃതരുടെ ഉത്തരവാദിത്വം അക്കാര്യത്തിൽ വേണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ നിന്ന് മൊഴിയെടുക്കാൻ ഈ പറയുന്ന എക്സൈസിന് സാധിക്കുകയുള്ളൂ. എക്സൈസിലാണെങ്കിലും പോലീസിലാണെങ്കിലും സാധിക്കുകയുള്ളൂ. കുട്ടിയെ അങ്ങനെ വിളിച്ചിരുത്തി ചോദ്യം ചെയ്ത് നിന്നെ എത്ര കാലമായിട്ട് ഈ പറയുന്ന പോലെ നിൻ്റെ ശരീരത്തിൽ ഇത് ഒട്ടിച്ച് വെച്ച് കൊണ്ടുപോകുന്നുണ്ട് എന്നൊരു കാര്യം ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യം ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ചോദിക്കാൻ നിയമം അനുവദിക്കത്തുമില്ല. കുട്ടിയെ വിളിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ള പരിപാടി ഒന്നും നടക്കുന്ന കാര്യമല്ല.